ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഭരണഘടനയിലെ വരുന്ന ദേശീയ ചിഹ്നങ്ങളിൽ നിന്നുള്ള ദേശീയ ഗാനമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമെറ്റോളജി. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമെറ്റോളജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്ത പോയിന്റ്, രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. അപ്പോൾ ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമെറ്റോളജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന രചിച്ചിരിക്കുന്നത്. ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24 ദേശീയ ഗാനം ആയിട്ട് ജനഗണമന അംഗീകരിച്ചത്. അപ്പോൾ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. ജനഗണമന ആലപിക്കാൻ ടോട്ടൽ വേണ്ട സമയം 52 സെക്കൻഡാണ്. അതിൻ്റെ രൂപം ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. അടുത്ത പോയിന്റ്, ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1911 ഡിസംബർ 27 നടന്ന INC കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട്. അപ്പം ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1911 ഡിസംബർ 27 നടന്ന INC കൊൽക്കത്ത സമ്മേളനം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണെന്ത്? ആന്തമെറ്റോളജി. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമെറ്റോളജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ഏത്? ജനഗണമന. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനം രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് ടാഗോർ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ച വർഷം എന്നാണ്? 1950 ജനുവരി 24. ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24. അടുത്ത പോയിന്റ്, ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. അടുത്തത്, ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1911 ഡിസംബർ 27 നടന്ന INC കൊൽക്കത്ത സമ്മേളനത്തിൽ. ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1911 ഡിസംബർ 27 നടന്ന INC കൊൽക്കത്ത സമ്മേളനം. അടുത്ത പോയിന്റ്, ഇതിന് സംഗീതം നൽകിയത്, ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? റാം സിംഗ് താക്കൂറാണ്. ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത്. അടുത്ത പോയിന്റ്, ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം. അടുത്തത്, ആകെ വരികൾ 13. ജനഗണമനയിലെ ആകെ വരികൾ 13. ജയഹേ എന്ന പദം എത്ര തവണയാണ് ആവർത്തിച്ചു വരുന്നത്? 6 തവണ ആവർത്തിച്ചു വരുന്നുണ്ട്. ജയഹേ എന്ന പദം ആവർത്തിക്കുന്നത് 6 തവണയാണ്. ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരിയാണ്. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. അടുത്ത പോയിന്റ്, ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രിക 1912. ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രികയിലാണ്. എന്നാണ്? 1912. അടുത്ത പോയിന്റ്, ജനഗണമന ആദ്യം അറിയപ്പെട്ടത് ഭാരത ഭാഗ്യവിധാത എന്നാണ്. ജനഗണമന ആദ്യം അറിയപ്പെട്ടത് ഭാരത ഭാഗ്യവിധാത. 5 ഗണ്ണികയിലെ ആദ്യ ഗണ്ണികയാണ് ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജനഗണമനയ്ക്ക് ടോട്ടൽ 5 ഗണ്ണിക ഉണ്ട്. അതിൽ ആദ്യത്തെ ഗണ്ണികയാണ് ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ 13 വരികളുണ്ട്. അതിൽ ജയഹേ എന്ന പദം എത്ര തവണ? 6 തവണ ആവർത്തിച്ചു വരുന്നുണ്ട്. ഓക്കെ.
അടുത്ത പോയിന്റ്, കൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് ദേശീയഗാനം ആലപിക്കപ്പെട്ട സ്ഥലമാണ് മാടാനപ്പള്ളി. ആന്ധ്രാപ്രദേശിലെ മാടാനപ്പള്ളിയിൽ വെച്ചിട്ടാണ്. അത് ആലപിച്ചത് ആരാണ്? ടാഗോർ തന്നെയാണ്. അപ്പോൾ കൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് ദേശീയഗാനം ആലപിക്കപ്പെട്ട സ്ഥലം ആന്ധ്രാപ്രദേശിലെ മാടാനപ്പള്ളിയാണ്. ആലപിച്ചത് ആരാണ്? ടാഗോർ തന്നെയാണ്. അടുത്ത പോയിന്റ്, ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത്. അടുത്ത പോയിന്റ്, ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണമാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂറാണ്. അടുത്ത പോയിന്റ്, ആകെ വരികൾ 13 ആകെ വരികൾ 13. ജയഹേ എന്ന പദം ആവർത്തിക്കുന്നത് 6 തവണയാണ്. ജയഹേ എന്ന പദം ആവർത്തിക്കുന്നത് 6 തവണയാണ്. അടുത്ത പോയിന്റ്, ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരിയാണ്. അടുത്ത പോയിന്റ്, ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? തത്വബോധിനി പത്രികയിലാണ്. 1912 പ്രസിദ്ധീകരിച്ചത്. അടുത്ത പോയിന്റ്, ജനഗണമന ആദ്യം അറിയപ്പെട്ടത് ഭാരത ഭാഗ്യവിധാത. ജനഗണമന ആദ്യം അറിയപ്പെട്ടത് എന്താണ്? ഭാരത ഭാഗ്യവിധാത എന്നാണ്. അടുത്ത പോയിന്റ്, 5 ഖണ്ഡികയിലെ ആദ്യത്തെ ഖണ്ഡികയാണ് ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്. 5 ഖണ്ഡികയിലെ ആദ്യത്തെ ഖണ്ഡികയാണ് ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്. കൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിക്കപ്പെട്ട സ്ഥലമാണ് മാടാനപ്പള്ളി. ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ്. അത് ആലപിച്ചത് ആരാണ്? ടാഗോറാണ്. അപ്പം ഈ 5 ഖണ്ഡികയിലെ ആദ്യത്തെ ഖണ്ഡികയാണ് ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്. അതിലാകെ 13 വരികളുണ്ട്. ജയഹേ എന്ന പദം 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ്, കൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് ദേശീയഗാനം ആലപിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ മാടാനപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ചാണ്. ആരാണ് ആലപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. അടുത്ത പോയിന്റ്, ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അടുത്ത പോയിന്റ്, ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ടാഗോർ തന്നെയാണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ്? ടാഗോർ തന്നെയാണ്. അടുത്തത്, ഹിന്ദി പരിഭാഷ നിർവഹിച്ചത് ആബിദ് അലിയാണ്. ഹിന്ദി പരിഭാഷ നിർവഹിച്ചത് ആരാണ്? ആബിദ് അലിയാണ്. അടുത്ത പോയിന്റ്, മലയാളം പരിഭാഷ നിർവഹിച്ചത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. മലയാളം പരിഭാഷ നിർവഹിച്ചത് ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. അടുത്ത പോയിന്റ്, ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ബംഗ്ലാദേശിലെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ടാഗോറാണ്. അതിൻ്റെ ഹിന്ദി പരിഭാഷ നിർവഹിച്ചത് ആരാണ്? ആബിദ് അലിയാണ്. നമ്മുടെ മലയാളത്തേക്ക് ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തത്? കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. പിന്നെ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായിട്ടുള്ള അമർ സോന ബംഗ്ല എഴുതിയതും ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഇനി നമ്മുടെ റീസെൻ്റായിട്ട് സിനിമാ തിയേറ്ററുകളിൽ ദേശീയഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസാണ് ചൗക്സി വാസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സിനിമാ തിയേറ്ററുകളിൽ ദേശീയഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസാണ് ചൗക്സി വാസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അടുത്ത പോയിന്റ്, സിനിമാ തിയേറ്ററിൽ ദേശീയഗാനം ആലപിക്കുന്നത് അവലോകനം ചെയ്യാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് BR ശർമ്മ. സിനിമാ തിയേറ്ററിൽ ദേശീയഗാനം ആലപിക്കുന്നത് അവലോകനം ചെയ്യാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് BR ശർമ്മ. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ജനഗണമന ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ടാഗോർ തന്നെയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്താ അറിയപ്പെടുന്നത്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. പിന്നെ അതിൻ്റെ ഹിന്ദി പരിഭാഷ നിർവഹിച്ചത് ആബിദ് അലിയാണ്. അതിൻ്റെ മലയാളം പരിഭാഷ നിർവഹിച്ചത് ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ജനഗണമനയുടെ മലയാളം പരിഭാഷ നിർവഹിച്ചത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. അടുത്ത പോയിന്റ്, ബംഗ്ലാദേശിലെ ദേശീയ ഗാനമാണ് അമർ സോന ബംഗ്ല. രവീന്ദ്രനാഥ ടാഗോറാണ് അത് എഴുതിയതും. അപ്പം ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല എഴുതിയതും ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഇനി സിനിമാ തിയേറ്ററുകളിൽ ദേശീയഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസാണ് ചൗക്സി വാസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സിനിമാ തിയേറ്ററിൽ ദേശീയഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസാണ് ചൗക്സി വാസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അടുത്തത്, സിനിമാ തിയേറ്ററിൽ ദേശീയഗാനം ആലപിക്കുന്നത് അവലോകനം ചെയ്യാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് BR ശർമ്മ. സിനിമാ തിയേറ്ററിലെ ദേശീയഗാനം ആലപിക്കുന്നത് അവലോകനം ചെയ്യാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് BR ശർമ്മ. പിന്നെ നമ്മുടെ ദേശീയ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ദേശീയ
ഗീതമാണ്, ദേശീയ ഗീതമാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അത് രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷ തന്നെയാണ്. ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണിത്? ദേശ് രാഗം. ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയ രാഗമാണ് ദേശ് രാഗം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ദേശീയ ഗാനവും ഗീതവും മാറിപ്പോകരുത് കേട്ടോ, ചിലർക്ക് അത് മാറിപ്പോകുന്നത് കാണാം. അപ്പം ഗീതമാണ് വന്ദേ മാതരം. അത് എഴുതിയതും ആളും മാറിപ്പോകരുത്. എഴുതിയ ആൾ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി. രണ്ടും എഴുതിയിരിക്കുന്ന ഭാഷ ബംഗാളിയിലാണ്. ഇത് ചിട്ടപ്പെടുത്തിയ ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയ രാഗമാണ് ദേശ് രാഗം. അടുത്ത പോയിന്റ്, സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ഇതിന് സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 അടുത്ത പോയിന്റ്, വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരബിന്ദ ഘോഷാണ്. അടുത്ത പോയിന്റ്, വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷാണ്. തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരത്തിന് ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചതും പിന്നെ ദേശീയ ഗാനത്തെ ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചതും രണ്ടും ഒരേ ഡേറ്റിലാണ്, 1950 ജനുവരി 24 തന്നെയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ നമ്മൾ 1950 ജനുവരി 26 റിപ്പബ്ലിക്, അത് ഫസ്റ്റത്തെ റിപ്പബ്ലിക്. അപ്പോൾ റിപ്പബ്ലിക്കിന് പാടാൻ വേണ്ടി 2 ദിവസം മുന്നേ ഇത് അംഗീകരിച്ചു. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24 ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന അംഗീകരിച്ചതും എന്നാണ്? 1950 ജനുവരി 24 അടുത്ത പോയിന്റ്, വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദ ഘോഷാണ്. തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. അടുത്തത്, വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡാണ്. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡാണ്. ആദ്യം ആലപിച്ചത് 1896 INC കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ടാഗോറാണ് ആദ്യം അവതരിപ്പിച്ചതും. ആദ്യം ആലപിച്ചത് 1896 INC കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ആലപിച്ചത് ആരാണ്? ടാഗോർ തന്നെയാണ്. ടാഗോറാണ് ആലപിച്ചത്. അടുത്ത പോയിന്റ്, വരികൾ എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. വരികൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം വരികൾ എടുത്തിരിക്കുന്നത്. അടുത്ത പോയിന്റ്, നോവലിൻ്റെ പശ്ചാത്തലം സന്യാസി കലാപമാണ്. നോവലിൻ്റെ പശ്ചാത്തലം എന്താണ്? സന്യാസി കലാപമാണ്. അടുത്ത പോയിന്റ്, 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിലെ ഭവാനന്ദൻ എന്ന കഥാപാത്രം ജന്മഭൂമിയെ സ്തുതിച്ച് ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചോദ്യം വന്നിട്ടുണ്ട്, എന്തായി ആനന്ദമഠം എന്ന നോവലിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഈ വരികൾ എടുത്തിരിക്കുന്നത് ഏത് നോവലിൽ നിന്നാണെന്നുള്ളത് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ആനന്ദമഠം എന്നത് നോവലാണോ കവിതയാണോ എന്നുള്ളത് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിലെ ഏത് കഥാപാത്രമാണ് ഈ ഗാനം ആലപിക്കുന്നത് എന്നും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോട്ട് ടു തീ ആണ്. അപ്പോൾ വരികൾ എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. അതിൻ്റെ പശ്ചാത്തലം സന്യാസി കലാപമാണ്. 1882 എഴുതിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിലെ ഭവാനന്ദൻ എന്ന കഥാപാത്രം ജന്മഭൂമിയെ സ്തുതിച്ച് ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നതാണ് മദർ ഐ ബോട്ട് ടു ദി. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വരികൾ എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. നോവലിൻ്റെ പശ്ചാത്തലം സന്യാസി കലാപമാണ്. 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിലാണ് ഭവാനന്ദൻ എന്ന കഥാപാത്രമാണ് ജന്മഭൂമിയെ സ്തുതിച്ച് ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ മാതരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോട്ട് ടു ദി എന്നാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും ആഡ് ചെയ്യണോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പോൾ താങ്ക് യു.